സാധാരണ പ്രണയഗാനങ്ങളിൽ ഉപയോഗിക്കാത്ത 2 വാക്കുകൾ അതിനകത്തുണ്ട്. സാധാരണ പ്രണയഗാനങ്ങളിൽ ഒന്നും ഉപയോഗിക്കാത്ത 2 വാക്കുകൾ ഞാൻ അതോടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഏതൊക്കെയാണ് വാക്ക് എന്നറിയോ? ഒന്ന് കരുണ, നീ തരും കരുണാലയം. നീ തരും കരുണാലയം. രണ്ടാമത്തെ വാക്ക് ശരണാലയം എന്നാണ്. നീ തരും കരുണാകരം, അല്ലെ? നീ തരും കരുണാകരം, കരുണയുടെ കൈകൾ. രണ്ടാമത്തെ വാക്ക് ഇവിടമോ ശരണാലയം. ആരാ പറയണേ? ഒരു പ്രണയിനി അയാളുടെ പ്രണയിതാവിനോട് പറയാണ് 2 കാര്യങ്ങൾ. നീ എനിക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ 2 കാര്യങ്ങൾ, ഒന്ന് കരുണയാണ്, രണ്ടാമത്തേത് അഭയമാണ്, ശരണം. എടാ, കരുണയുള്ള സ്നേഹമുണ്ടല്ലോ, കരുണയുള്ള പ്രണയമുണ്ടല്ലോ, കരുണയുള്ള സൗഹൃദം ഉണ്ടല്ലോ, അതിനേക്കാൾ മനുഷ്യന്റെ ഉള്ളു നിറയ്ക്കുന്ന മറ്റൊരു അനുഭവമില്ല. ഒരിക്കലൊരു കോളേജിൽ നിന്നൊരു കുട്ടി ചോദിച്ചു, ഞാൻ ആരെയാണ് പ്രണയിക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പ്രണയിക്കാൻ പാടുണ്ടോ? അങ്ങനെ ചോദ്യമൊന്നുമില്ല. എനിക്ക് ഒരാളെ പ്രണയിക്കണം, ഞാൻ ആരെയാണ് പ്രണയിക്കേണ്ടതെന്ന് ചോദിച്ചു. ഉള്ള ചോദ്യം എങ്ങനെയായിരുന്നു? ആ ചോദ്യത്തിന് കൊടുത്ത ഉത്തരം എങ്ങനെയായിരുന്നു? എന്താണെന്നറിയോ? നിന്റെ ജീവിതത്തിലേക്ക് പുതിയൊരാൾ വരികയാണല്ലോ, അല്ലേ? പ്രണയം എന്ന് പറഞ്ഞാൽ അതല്ലേ? നിന്റെ മുഴുവൻ എനർജിയും അയാളിലേക്കായിരിക്കും പിന്നെ പോവാ. പക്ഷെ ഇപ്പൊ നിന്റെ ജീവിതത്തിൽ നിലവിൽ കുറെ ആളുകളില്ലേ? ഉണ്ട്. ആ ആളുകളോടൊക്കെ നിനക്ക് സ്നേഹം തോന്നാൻ കാരണമാകുന്ന ഒരാൾ. ഇപ്പൊ നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ, ആരൊക്കെയുണ്ടോ, അവരോടൊക്കെ നിനക്ക് സ്നേഹം തോന്നാൻ കാരണമാകുന്ന ഒരാൾ. ഈ ഹെർബിസ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട്, വലിയൊരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായൊരു പുസ്തകമുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹത്തിന് ഒരു പ്രണയം ഉണ്ടായിരുന്നു, വളരെ തീവ്രമായ പ്രണയമായിരുന്നു. വൈകുന്നേരം ഇവർ 2 ആളുകൾ നടക്കാൻ ഇറങ്ങുക. ഭയങ്കര രസമുള്ളൊരു ഒരു സീനാണ്. വൈകുന്നേരം ഇവർ 2 ആളുകളും നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഓരോ അവർ കഴിയുമ്പോഴും, ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഈ ഫോൺ ബൂത്ത് ഇല്ലേ, ആ ഫോൺ ബൂത്തിലേക്ക് കയറിയിട്ട് ഇദ്ദേഹം ഒരാളെ ഫോൺ ചെയ്യും. ആരെന്നറിയോ? അമ്മ. യഥാർത്ഥത്തിൽ അതിന് കാരണം ആരായിരിക്കും? ആ കൂടെ നടക്കുന്ന പെൺകുട്ടിയായിരിക്കും. ഉറപ്പല്ലേ? അവൾ അതിൽ നിന്ന് ഒരൊറ്റ വാക്കുകൊണ്ടെങ്കിലും പിന്തിരിപ്പിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത്രയും ഗാഢമായി അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരാളോട് അദ്ദേഹത്തിന് അടുപ്പം കുറയുമായിരുന്നു. അതെന്താണ്? ശരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാൾ കയറി വരിക എന്ന് പറഞ്ഞാൽ എന്താ? നിലവിൽ എന്തൊക്കെയുണ്ടോ അതിനോടൊക്കെ സ്നേഹം തോന്നണം, അല്ലേ? നീ തരും കരുണാകരം. എടാ, അതാണെടാ കരുണാകരം. ഒരു മനുഷ്യൻ, നമ്മളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അതാരോട്ടെ, അയാൾ എന്തെല്ലാം അനുഭവങ്ങളിലൂടെ കടന്നു വന്ന്. രാവിലെയുള്ള ആളാവില്ല വൈകുന്നേരം, ഇന്നലെ കണ്ട ആളാവില്ല ഇന്ന്, കഴിഞ്ഞ ആഴ്ച കണ്ട ആളാവില്ല ഈ ആഴ്ച, രാത്രി പറഞ്ഞതൊക്കെ രാവിലെ ആകുമ്പോഴേക്ക് അയാൾ മറന്നു പോകും. അപ്പൊ നീയല്ല ഇന്നലെ പറഞ്ഞത് നമുക്ക് അവിടെ പോവാം, രാവിലെ ആകുമ്പോഴേക്ക് അഭിപ്രായം മാറിയോ? അഭിപ്രായം മാറും. കാരണം എന്താ? അത്രയേറെ ഇയാളുടെ ഉള്ളിൽ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഉള്ളിൽ ഗർഭപാത്രം ഉണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് എന്തെല്ലാം അനുഭവങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്, എന്തെല്ലാം മൂഡ് സ്വിങ്സിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്, എന്തെല്ലാം ഹോർമോണിന്റെ ഭാവമാറ്റങ്ങളിലൂടെയാകും ഓരോ നിമിഷവും കടന്നു പോകുന്നത്, അല്ലേ? അപ്പൊ ശരിക്ക് കരുണയുള്ള സ്നേഹമാണ് സ്നേഹം, കരുണയുള്ള പ്രണയമാണ് പ്രണയം, കരുണയുള്ള സൗഹൃദമാണ് സൗഹൃദം. കരുണ എന്നുള്ളത് ഒരു അറിവിന്റെ പേരല്ലല്ലോ, അല്ലേ? ഒരനുഭവത്തിന്റെ പേരാ. നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യനും അയാളുടേത് മാത്രമുള്ള, അയാൾക്ക് മാത്രം മനസ്സിലാകുന്ന വേദനയുള്ള യുദ്ധങ്ങൾ താണ്ടിക്കൊണ്ടാണ് കടന്നു പോകുന്നത്.
നമ്മൾ കണ്ടുമുട്ടുന്ന ഏതൊരു മനുഷ്യനും അയാൾക്ക് മാത്രം പരിചിതമായ, അയാൾ മാത്രം അഡ്രസ് ചെയ്യേണ്ട ഏതൊക്കെയോ യുദ്ധങ്ങൾ താണ്ടിയിട്ടാണ് കടന്നു പോകുന്നത്. കരുണയുടെ വേര് എന്ന് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇഫ് യു ജഡ്ജ് പീപ്പിൾ യു ഹാവ് നോ ടൈം ടു ലവ് ദം. മദർ തെരേസയുടെ ഭയങ്കര രസമുള്ളൊരു വാക്കാണ്. നമ്മളൊരാളെ കാണുമ്പോൾ നമ്മളയാളെ ജഡ്ജ് ചെയ്യാൻ നിന്നാൽ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, പിന്നെ അയാളെ സ്നേഹിക്കാൻ നമുക്ക് സമയം കിട്ടില്ലല്ലോ. ഇഫ് യു ജഡ്ജ് പീപ്പിൾ യു ഹാവ് നോ ടൈം ടു ലവ് ദം. കമ്പാഷൻ ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് എത്രയേ ഉള്ളൂ, ഒരാളെയും ജഡ്ജ് ചെയ്യാതിരിക്കുക. മനുഷ്യന്മാരെ കരയിപ്പിക്കാൻ 2 വഴികളുണ്ട്. മനുഷ്യന്മാരെ കരയിപ്പിക്കാൻ 2 വഴികളുണ്ട്. ഒന്നെങ്കിൽ വേദനിപ്പിച്ചാൽ മതി, അല്ലെങ്കിലോ ഞെട്ടിക്കുന്ന സ്നേഹം കൊടുത്താൽ മതി. CV ബാലകൃഷ്ണന്റെ ഒരു കഥയുണ്ട്, ചെറിയൊരു കുഞ്ഞു കഥയാണ്. ഒരു ചെറിയ മോളുണ്ട്, അവള് സ്കൂളിലേക്ക് പോകുമ്പോൾ ചോറ്റുപാത്രം കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ചോറ്റുപാത്രവും കൊണ്ട് ഒറ്റയ്ക്കുള്ളൊരു യാത്രയാണ് അധിക ദിവസം. ഒരു ദിവസം അവളുടെ നേരെ ദുഷ്ടനായ ഒരാൾ ചാടി വീണ്. ഓക്കെ, എന്നിട്ട് അവളുടെ ചോറ്റുപാത്രമില്ലേ അത് തട്ടിപ്പറിച്ചു വാങ്ങിയിട്ട് ഇയാൾ അതെടുത്ത് കഴിക്കുകയാണ്. എന്തൊരു ദുഷ്ടനാണല്ലേ! ചെറിയൊരു മോളുടെ അടുത്തുനിന്ന് ചോറ്റുപാത്രം തട്ടിപ്പറിച്ചു വാങ്ങിയിട്ട് അത് കഴിക്കുന്ന ദുഷ്ടനായൊരു മനുഷ്യൻ. പക്ഷെ ഈ മോളില്ലേ, ഈ മോൾ അവിടെ ഇങ്ങനെ നിൽക്കുക, അവള് പോകുന്നില്ല. അപ്പൊ ഇയാൾ ചോദിച്ചു, എന്താ പേടിക്കാത്തതെന്നില്ല, എന്താ പേടിയൊന്നുമില്ലേ, എന്താ പോവാത്തത്? അപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? വേഗം കഴിക്കുക, എന്നിട്ട് പാത്രം താ, അല്ലെങ്കിൽ അമ്മ വഴക്ക് പറയും. പാത്രം ഇല്ലാതെ ചെന്നാല് അമ്മ വഴക്ക് പറയും. ഇത് കേട്ടപാടെ ഇയാളിത് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കഴിച്ചതിന് ശേഷം ആ പാത്രം ഇവളുടെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുത്ത സമയത്ത് ഇവളുടെ ചോദ്യമുണ്ട്, ഇത്രയും വലിയ വയറ് നിറയാൻ ഇത്ര കുറച്ച് ഭക്ഷണം മതിയോ? വേണമെങ്കിൽ കുറച്ചുകൂടെ അമ്മയോട് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തരാം. അതാണ് അതിനകത്തുള്ളത്. ഇത്ര വലിയ വയറ് നിറയെ ഇത്രയും കുറച്ച് ഭക്ഷണം മതിയോ? ആ കഥയുടെ അവസാനം CV ബാലകൃഷ്ണൻ എഴുതിയത് ഇങ്ങനെയാണ്: മുറിവേറ്റ മൃഗം പോലെ കരഞ്ഞുകൊണ്ടയാളോടി. അയാൾക്കവിടെ നിൽക്കാൻ പറ്റില്ല. മനുഷ്യന്റെ കരുണയും സ്നേഹവും ഒക്കെ അനുഭവിച്ചിട്ട് ഇങ്ങനെ പൊട്ടിയൊഴുകാനിരിക്കുന്നൊരു കടൽ നമ്മുടെ കണ്ണിന്റെ പിന്നാമ്പുറത്തുണ്ട്. ശരിക്കും സൗദി വെള്ളമൊക്കെ കണ്ടിരുന്നു നിങ്ങൾ അല്ലേ? കണ്ടില്ലേ? അതിന്റെ അവസാനത്തെ ഡയലോഗല്ല അല്ലേ? എന്താ അതിന്റെ അവസാനത്തെ ഡയലോഗ്? ദുഷ്ടനായ ഒരാള് തീരെ വയ്യാതെ കിടക്കുന്നത് കണ്ടിട്ട് തിരിച്ചു പോരുമ്പോ ലുക്മാന്റെ കഥാപാത്രം പറയുന്നുണ്ട്, ഇത്രയ്ക്ക് ഉള്ളൂല്ലേ മനുഷ്യൻ, ദുഷ്ടനായി നടന്ന ആളാണ്, ആ കേസിന്റെ തന്നെ കാരണക്കാരനായ ആളാണ് അല്ലേ? അയാളാണ് തീരെ വയ്യാതെ വന്ന് അനങ്ങാൻ പോലും വയ്യാതെ കിടക്കുന്നത് കണ്ടപ്പോൾ അതിന്റെ ഇരയായ ലുക്മാൻ പറയാണ്, ഇത്രയൊക്കെ ഉള്ളൂല്ലേ മനുഷ്യൻ. പക്ഷെ കഥ ഇങ്ങനെ പോയി 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 അവസാനം ആ കഥയുടെ ഒടുക്കത്തെ ഡയലോഗ് ഇതാണ്. ബിനു പപ്പു പറയുന്നുണ്ട്, എടാ നീ എന്നോട് ചോദിച്ചില്ലേ ഇത്രയൊക്കെ ഉള്ളൂല്ലേ മനുഷ്യൻ, ഇത്രയൊക്കെ ഉണ്ടടാ മനുഷ്യൻ. ഒരൊറ്റ മനുഷ്യന്റെ ഉള്ളില് നമ്മൾ കാരണം ഈ ഒരു ചിന്ത ഉണ്ടാകുന്നതിന്റെ പേരാണ് കമ്പാഷൻ. ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കമ്പാഷനേറ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരോടാണ്. ഇത്രയും കമ്പാഷനേറ്റ് ആയിട്ടുള്ള കണ്ണുകളുള്ളൊരു സദസ്സിൽ ഈ ജന്മത്തിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരൂല. മനുഷ്യന് വെൽക്കമിങ് ആവുക എന്നുള്ള അതാ കമ്പാഷൻ. നമ്മളെ കാണുമ്പോൾ ഒരാൾക്ക് നമ്മളൊരു ഓഫീസിലിരിക്കുമ്പോൾ നമ്മളോട് വന്നിട്ട് ചോദിക്കാൻ തോന്നില്ല, അതിന് പേരാണ്. അല്ലെങ്കിൽ നമ്മളൊരു അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ നമ്മളോട് അയാൾക്ക് ആവശ്യമുള്ളൊരു കാര്യം ചോദിക്കാൻ തോന്നണം. വേണ്ട, അയാളോട് ചോദിക്കണ്ട എന്ന് തോന്നില്ലല്ല, അയാളോട് ചോദിക്കാം എന്ന് തോന്നാൻ പറ്റും വിധം നമ്മുടെ കണ്ണിൽ അയാളെ വെൽക്കം ചെയ്യുന്ന ഒരു അനുഭവത്തിന്റെ പേരാണ് ശരിക്കും പറഞ്ഞാൽ കമ്പാഷൻ. നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യന്മാര് ഏതൊക്കെ യുദ്ധങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്കറിയില്ല.
ലാൽ ജോസിൻ്റെ ഒരു സിനിമയുണ്ട്, പുറം കാഴ്ചകൾ എന്നാണ് ആ സിനിമയുടെ പേര്. ചെറിയ ഷോർട്ട് ഫിലിമാണ്. നമ്മുടെ കേരള കഫേ എന്ന് പറഞ്ഞിട്ടൊരു ആന്തോളജി വന്നിരുന്നില്ലേ, 5 or 6 സിനിമകളുള്ളൊരു ആന്തോളജി, അതിലുള്ളൊരു സിനിമയാണ് പുറം കാഴ്ചകൾ. ഇത്രയേ ഉള്ളൂ. ഒരു ബസ് ഇങ്ങനെ പോകുന്നു, ശാന്തമായി പോകുന്നൊരു ബസ്സാണ്. പക്ഷെ ആ ബസ്സിലേക്ക് ഒരാൾ കയറി വന്നതോടെ അതിൻ്റെ എല്ലാ ശാന്തതയും പോകുന്നു. അയാൾ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു, എല്ലാവരോടും ദേഷ്യം. അയാളുടെ അടുത്ത് ശ്രീനിവാസനാണ് ഇരിക്കുന്നത്. അപ്പൊ ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്, നമ്മളിപ്പോ എത്ര ഉയരത്തിലായിരിക്കും പോകുന്നത്, സീ ലെവലിൽ നിന്ന് എത്ര ഉയരമായിരിക്കും പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറയുന്നു, അതൊക്കെ നോക്കിയിട്ട് വന്നപ്പോഴായിരുന്നു, എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ പോലെ. അപ്പൊ ഈ ചോദിക്കുന്ന ആളുടെ എല്ലാ മൂടും നഷ്ടപ്പെടുകയാണ്. ആ യാത്രയോടുള്ള സന്തോഷം തന്നെ ഇയാൾക്കില്ലാതായി. ഇങ്ങനെ പെരുമാറുന്ന ഒരാള് ആ ബസ്സിലേക്ക്, ഹൈറേഞ്ചിലൂടെ പോകുന്നതേ, ആ ബസ്സിലേക്ക് കുറച്ച് കോളേജ് സ്റ്റുഡൻസ് കയറി വരുന്നുണ്ട്. ഈ കോളേജ് സ്റ്റുഡൻസ് കയറി വന്നതോടുകൂടി ആ ബസ് ആകെ ചില്ലായി. അവർ ഭയങ്കര സന്തോഷമുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ഉറക്കെ സംസാരിക്കുന്നുണ്ട്, ഉറക്കെ സന്തോഷിക്കുന്നുണ്ട്. ഇതൊന്നും ആർക്ക് പറ്റുന്നില്ല? ഇയാൾക്ക് പറ്റുന്നില്ല. കുറെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു വെള്ളച്ചാട്ടം കാണുമ്പോൾ ആ സ്റ്റുഡൻസ് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് നിർത്തി തരുമോ? ബസ് നിർത്തി കൊടുത്തു. അവരവിടെ ഇറങ്ങി കുറച്ച് സമയം ഇങ്ങനെ ഉല്ലസിക്കുന്നുണ്ട്. ഇതൊന്നും ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ബസ് എവിടെയൊക്കെ നിർത്തുന്നുണ്ടോ അവിടെ ഒന്നും ഇയാൾ വളരെ ഇറിറ്റേറ്റഡ് ആണ്. ബസ് വേഗം പുറപ്പെടാനൊക്കെ പറയുന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് ഇയാളൊരു സ്ഥലത്തെത്തിയപ്പോൾ പറഞ്ഞു, എനിക്ക് ഇവിടെ ഇറങ്ങണം. ഇയാൾക്ക് ഇറങ്ങണം. ആക്ച്വലി അവിടെ സ്റ്റോപ്പില്ല. അപ്പൊ ഈ ബസ്സിലെ ജീവനക്കാർ പറഞ്ഞ എന്താണെന്നറിയോ, നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞ എന്താണ്, ബസ് നിർത്തിയപ്പോഴൊക്കെ നിങ്ങൾക്ക് പരാതി വരുന്നില്ല, ഇപ്പൊ നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോ നിർത്തണമെന്നാണോ? നിർത്തില്ല എന്ന് പറഞ്ഞു. ഇയാൾ എഴുന്നേറ്റിട്ട് ഒരലർച്ചയായിരുന്നു, നിർത്തണമെന്ന് പറഞ്ഞിട്ട്. നിർത്തേണ്ടി വന്നു. അങ്ങനെ അയാൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി. അയാൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുന്നത് കുറച്ച് ആളുകൾ ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്ന ഒരു ചെറിയ വീട്ടിലേക്കാണ്. ആ വീട്ടിലേക്ക് അയാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് അയാളെ ഏട്ടാന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ബസ്സിന്റെ പിറകിലൂടെ ഒരു ജീപ്പ് വരുമ്പോൾ ആ ജീപ്പിന്റെ മുകളിൽ ഒരു ശവപ്പെട്ടി കെട്ടി വെച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഏതോ ഒരാള് നഷ്ടപ്പെട്ട് ആ പൊള്ളലിൽ ഇങ്ങനെ ചവിട്ടി നിൽക്കുന്ന മനുഷ്യന് ആ പൊള്ളൽ പുറത്തു വരാൻ ഒരേ ഒരു വഴി ദേഷ്യപ്പെടുക എന്നുള്ളതായിരുന്നു. ആക്ച്വലി അയാളുടേത് ദേഷ്യമായിരുന്നില്ല, പിന്നെന്തായിരുന്നു? അയാളെ സങ്കടമായിരുന്നു. മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും മനോഹരമായ പ്രണയഗാനങ്ങളിലെ ഒരു പ്രണയഗാനമാണ് മാലിക് എന്ന സിനിമയിലെ തീരമേ തീരമേ എന്നുള്ള സോങ്. അല്ലേ? പാടുന്ന ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഇരിക്കണം ഉണ്ടോ? ആ 2 വരി പാടാൻ പറ്റേ ഉണ്ടോ? അംസ പാടുവോ? MTയുടെ ഒരു വാക്കുണ്ട്. MTയുടെ മനോഹരമായൊരു വാക്കുണ്ട്. അതിങ്ങനെയാണ്, എന്നെ ഇഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്, എന്നോട് ആരാധന തോന്നുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരൊക്കെ എൻ്റെ പുസ്തകം വായിച്ചിട്ടോ എൻ്റെ സിനിമ കണ്ടിട്ടോ എൻ്റെ നോവലുകൾ വായിച്ചിട്ടോ ഒക്കെ എന്നോട് ആരാധനയും സ്നേഹമൊക്കെ തോന്നുന്ന ആളുകളാ. പക്ഷേ എന്നോട് ആരാധന തോന്നുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകളെക്കാൾ എനിക്ക് പ്രിയം എൻ്റെ പോരായ്മകളോടെ എന്നെ സ്നേഹിക്കുന്ന ഒരാളാണ്. ഞാനെന്നൊരാള് നാട്ടുകാർ കാണുന്ന ആളാവണമെന്നില്ല, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ അടുത്തുണ്ടാവുക. അവർക്ക് എന്നെ നന്നായിട്ടറിയാം. അങ്ങനെ നന്നായിട്ടറിയുന്ന എൻ്റെ എല്ലാ പോരായ്മകളോടെയും സ്നേഹിക്കുന്ന അവരാണ് ആയിരക്കണക്കിന് മറ്റുള്ളവരെക്കാൾ എനിക്കിഷ്ടം. MTയുടെ തന്നെ ഒരു വാക്കുണ്ട്. അതിങ്ങനെയാണ്, എനിക്കറിയാത്ത മഹാരഹസ്യങ്ങളുമായി ഒഴുകുന്ന വലിയ സമുദ്രങ്ങളെക്കാൾ എനിക്കിഷ്ടം എനിക്ക് നന്നായി അറിയുന്ന എൻ്റെ നിളാനദിയെയാണ്. എന്തൊരു വാക്കാണല്ലേ! മഹാരഹസ്യങ്ങളുമായി, പക്ഷെ എനിക്കറിയില്ല. എനിക്കറിയാത്ത മഹാരഹസ്യങ്ങളുമായി ഒഴുകുന്ന വലിയ മഹാസമുദ്രങ്ങളുണ്ട്, അതൊക്കെ ലോകത്തുണ്ട്, അതൊക്കെ ശരിയെന്നാ. പക്ഷെ എനിക്കിഷ്ടം എനിക്ക് നന്നായി അറിയുന്ന എൻ്റെ നിളാനദിയെയാണ്.
നമ്മൾ ഈ സക്കാത്ത് എന്ന് പറയില്ലേ, സക്കാത്ത്, അതേപോലെ ദശാംശം എന്ന് പറയും ക്രിസ്ത്യാനിറ്റിയിൽ. ഹൈന്ദവ ധർമ്മത്തിലാണെങ്കിൽ ദാനം, ധർമ്മം എന്നൊക്കെ പറയും. സംഗതി എന്താണിത്? സംഗതി ഇത്രയേ ഉള്ളൂ. ഒരു നാട്ടില് 1000 ആളുകൾ ജീവിക്കുന്നുണ്ട് എങ്കിൽ ആ 1000 ആളുകൾക്ക് ഒരേപോലെയല്ല പൈസ കിട്ടിയിട്ടുണ്ടാവുക, അല്ലേ? ചില ആളുകൾക്ക് കുറച്ച് അധികം കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ ഇവിടെ 100 ആളുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ 3 ആളുകളുടെ കയ്യെല്ലാം മിഠായി കൊടുത്തിട്ട് പറയാ നിങ്ങൾ എല്ലാവർക്കും കൊടുക്കൂ, അല്ലേ? ഇതിന്റെ പേരാണ് എന്ത്? സക്കാത്ത് എന്നോ അല്ലെങ്കിൽ ദശാംശം എന്നോ ദാനം, ധർമ്മം എന്നൊക്കെ പറയണ ഇതാ. അവർ കൊടുത്തിട്ടില്ലെങ്കിലോ ബാക്കി 97 ആളുകൾക്കും അത് കിട്ടൂല, അല്ലേ? അതല്ലേ സംഭവം, അല്ലേ? ഇത് പൈസക്ക് മാത്രമേ ഉള്ളൂ, ആണോ? എല്ലാവർക്കും ഒരേപോലെ ആരോഗ്യം കൊടുത്തിട്ടുണ്ടോ? എല്ലാവർക്കും ഒരേപോലെ അവയവങ്ങൾ കൊടുത്തിട്ടുണ്ടോ? എല്ലാവർക്കും ഒരേപോലെ സഞ്ചാര സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? കുറച്ച് ആളുകൾക്ക് അത് കിട്ടുകയും കുറച്ച് ആളുകൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്, അല്ലേ? എൻ്റെ ഈ കാലിങ്ങനെ അനക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം കാലനക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനെങ്കിലും ഈ ആയുസ്സില് എൻ്റെ ഈ കാല് അയാൾക്ക് ഉപയോഗപ്പെടുന്നതിന്റെ പേരാണ് എൻ്റെ കാലിന്റെ സക്കാത്ത് എന്ന് പറയുന്നത്. എനിങ്ങോട്ട് വന്ന് കാണാൻ പറ്റാത്ത ഒരു മനുഷ്യനെങ്കിലും ഞാൻ അയാളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്ന് കാണുന്നതിന്റെ പേരാണ് എൻ്റെ കണ്ണിന്റെ സക്കാത്തടാ, അല്ലേ? നാവറുക്കപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടിയെങ്കിലും എൻ്റെ നാവ് സംസാരിക്കുന്നതിന്റെ പേരാണ് എൻ്റെ നാവിന്റെ സക്കാത്ത്, അല്ലേ? അരികവൽക്കരിക്കപ്പെടുകയും അന്യവൽക്കരിക്കപ്പെടുകയും ചെയ്ത ഒരു മനുഷ്യന് വേണ്ടിയിട്ടെങ്കിലും ഈ ആയുസ്സിൽ ഞാൻ സംസാരിക്കണം. ഒരിക്കലും KSRTC ബസ്സിൽ പോകുന്ന സമയത്ത് 3 ആളുകൾ ഇരിക്കുന്ന സീറ്റാണല്ലോ, അതിലിരിക്കുന്ന സമയത്ത് ഒരു ഭാര്യ ഒരു ഭർത്താവുണ്ട്. അപ്പൊ ഈ ഏട്ടനാണ് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഏട്ടനോട് പേര് ചോദിച്ചു, അദ്ദേഹം പേര് പറയുന്നില്ല. വീണ്ടും ചോദിച്ചു, അപ്പോഴും പേര് പറയുന്നില്ല. അയാളിങ്ങനെ നോക്കുക മാത്രം ചെയ്ത്. 3ാമത്തെ പ്രാവശ്യവും ചോദിച്ചപ്പോൾ ആ ചേച്ചിയാണ് മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സാറ് അദ്ദേഹത്തിന്റെ പേര് രാമകൃഷ്ണൻ എന്നാണ്, അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല, അദ്ദേഹത്തിന്റെ നാവും കാതും ഒക്കെ ഞാനാണ് സാറേ. നീ തരും കരുണാകരം, അല്ലേ? ഓരോ നിമിഷവും നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാരില്ലേ ഏതെങ്കിലും അർത്ഥത്തിൽ സ്പെഷ്യൽ ആണോടാ, അല്ലെ? സ്പെഷ്യൽ എന്ന് പറയില്ല നമ്മൾ ചില ആളുകളെ സ്പെഷ്യൽ അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നോ സ്പെഷ്യൽ എന്നൊക്കെ പറയും. അവർ മാത്രം സ്പെഷ്യൽ ആണോ? സമാധാനം തരാത്തൊരു അച്ഛനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ യു ഹാവ് എ സ്പെഷ്യൽ ഫാദർ. സമാധാനം തരാത്തൊരു ലൈഫ് പാർട്ട്ണറാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ യു ഹാവ് എ സ്പെഷ്യൽ ലൈഫ് പാർട്ട്ണർ. ഓരോ അർത്ഥത്തിൽ ഓരോ മനുഷ്യനും ഏതെങ്കിലും അർത്ഥത്തിൽ സ്പെഷ്യലാണ്, അല്ലേ? ഒരു സ്റ്റോറി പറഞ്ഞിട്ട് വാക്കുകൾ അവസാനിപ്പിക്കാൻ തോന്നുന്നു. പക്ഷെ നിങ്ങൾ കേട്ടതായിരിക്കാം. 9 എന്ന സംഖ്യ ഇല്ലേ, 9 എന്ന സംഖ്യ 8 എന്ന സംഖ്യയെ അടിച്ചു. 8 നല്ല വേദനയായി. അപ്പൊ 8 ചോദിച്ചു, നീ എന്തിനാ എന്നെ ഇങ്ങനെ അടിച്ചത്? എനിക്ക് വേദനയായി. അപ്പൊ 9 പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ നിന്നേക്കാളും വലിയ ആളാണല്ലോ, നിന്നേക്കാൾ ശക്തിയുള്ള ആളാണല്ലോ, നീ എന്നേക്കാൾ ചെറിയ ആളാണല്ലോ, അതുകൊണ്ട് അടിച്ചു. ആണോ? ഞാനും അതന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാളെ 7 അടിച്ചു. ശരിയാ, 7 ശക്തിയുള്ള ആളാണല്ലോ 8. അപ്പൊ 7 6 അടിച്ചു, 6 5 അടിച്ചു, 5 4 അടിച്ചു, 4 3 അടിച്ചു, 3 2 അടിച്ചു, 2 1 നിശ്ചയമായും അടിച്ചു. അപ്പൊ ഒന്നിങ്ങനെ അടിക്കാൻ നോക്കുന്ന സമയത്ത് അവിടെ ആരുമില്ല, ഒരു പാവപ്പെട്ട പൂജ്യം മാത്രമേ ഉള്ളൂ. വിലയൊന്നുമില്ല, ഒരു പാവല്ലേ, അതുകൊണ്ട് അടിക്കാനൊന്നും തോന്നിയില്ല. അടിക്കാൻ തോന്നിയില്ല എന്ന് മാത്രമല്ല, ഒന്നെന്താ ചെയ്തതെന്നറിയോ? ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ആ പൂജ ഇങ്ങനെ പതുക്കെ 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 ഒന്നിന്റെ അടുത്തേക്ക് എത്തി. ഒന്നയാളുടെ തോളിൽ ഇങ്ങനെ കൈയിട്ട നിമിഷത്തെ ലോകം വിളിച്ച പേരെന്തായിരുന്നു? ലോകം അയാളെ വിളിച്ചത് എന്തായിരുന്നു? 10 എന്നായിരുന്നു. പൂജ്യത്തിന് മാത്രമാണ് വില കൂടിയത്? ആണോ? ആണോ? ഒന്നിനും വില കൂടിയല്ലേ? ഇല്ലേ? നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യര്, ഏതെങ്കിലും അർത്ഥത്തിൽ ദുർബലരായ മനുഷ്യര്, അത് സാമ്പത്തികമായിട്ടാവാം, ആരോഗ്യമായിട്ടാവാം, സൗകര്യങ്ങൾ കൊണ്ടാവാം, എന്തായിട്ട് നമ്മുടെ തൊട്ടടുത്ത് പഠിക്കാൻ വല്ലാതെ കഴിയാത്തൊരു കുട്ടിയായിട്ട് നമ്മുടെ അടുത്തിരിക്കുന്ന സഹപാഠിയാവാം, ആരോട്ടെ
നമ്മുടെ ജീവിതവുമായി നമ്മൾ ബന്ധപ്പെട്ട് കാണുന്ന ദുർബലരായ മനുഷ്യരെ, നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യരെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വിളിച്ച് തോളിൽ കൈയിടുമ്പോൾ അവർക്ക് മാത്രമല്ല വില കൂടുന്നത്, അവർക്ക് മാത്രമല്ല അതിന്റെ ആനന്ദം കിട്ടുന്നത്, മറിച്ച് നമ്മുടെ ജീവിതം വെറും ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ജീവിതം മീനിങ് ഫുൾ ആയ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ട് മാറാൻ തുടങ്ങും. എക്സിസ്റ്റ് ചെയ്യാനുള്ളത് എല്ലാവരെ കൊണ്ടും പറ്റും അല്ലെ? ജീവിതം കിട്ടിയ, ജന്മം കിട്ടിയ എല്ലാവരും എങ്ങനെയെങ്കിലുമൊക്കെ എക്സിസ്റ്റ് ചെയ്യും. പക്ഷെ ചിലരില്ലേ, ചിലര് മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. അതൊരു ജീവിതമായിരിക്കും, അതൊരു ജീവിതമായിരിക്കും. അതെ, ഞാൻ മുമ്പ് പറഞ്ഞൊരു സ്റ്റോറി, നിങ്ങൾ കേട്ട സ്റ്റോറിയല്ല, എൻ്റെ അനുഭവമാണ്, എൻ്റെ ഉള്ളിൽ തട്ടിയൊരു അനുഭവം എന്നോട് പറയാം. കുറച്ച് മുമ്പ് ഒരു കോളേജിലേക്കൊരു സംസാരത്തിന് വേണ്ടി പോവാണ്, പ്രോഗ്രാമിന് പോവാ. ആ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച ഒരാളെ കണ്ട്, വീൽ ചെയറിലായിരുന്നു. വീൽ ചെയറിന്റെ ബൈക്കില്ലേ, വണ്ടി, അതിലുള്ള. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഇവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ഓക്കെ, ആ വണ്ടിയിൽ പിടിച്ചിട്ട് അവൻ ആ വണ്ടിയിൽ സ്കൂളിൽ പോവാ. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മോനാണെന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, അല്ല, എൻ്റെ മോനല്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം നമ്മളോട് പറഞ്ഞു, പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലൊന്ന് കയറുമോ? വീട് കോളേജിന് തൊട്ടടുത്താണെന്ന്, മമ്പാട് കോളേജിലായിരുന്നു. കോളേജിന് തൊട്ടടുത്താണെന്ന് കയറുമെന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു, ഓക്കെ, എന്തായാലും കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് ചെന്ന് അവരുടെ വീടിനകത്തേക്ക് കയറിയ സമയത്ത്, ഞങ്ങൾ രണ്ടുപേരും കയറിയ സമയത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് ഫാൻ ഇട്ട് തന്നു. അപ്പൊ നമ്മൾ ആ പെൺകുട്ടിയോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും പറഞ്ഞു. വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു അഭിവാദ്യമാണല്ലോ, അസ്സലാമു അലൈക്കും പറഞ്ഞു. പക്ഷെ ആ പെൺകുട്ടി സലാം വീട്ടുന്നില്ല, തിരിച്ചു പറയണ്ടേ വലൈക്കും അസ്സലാം, അത് പറയുന്നില്ല, ഇങ്ങനെ ചിരിക്കുക മാത്രം ചെയ്തു. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഇതെന്താ സംഭവം എന്ന് തോന്നുമല്ലോ. അതാർക്ക് മനസ്സിലായി? ഇദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, സാറൊന്നും വിചാരിക്കരുത് കേട്ടോ, അവർക്ക് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഭാര്യയാണോ? അല്ല. പിന്നെയോ? ഭാര്യയുടെ അനിയത്തിയാണ്. ഇന്നത്തെ ഒരു സ്റ്റോറി പറയാണ് അദ്ദേഹം. ഈ ഭാര്യയുടെ അനിയത്തിക്ക് സംസാരിക്കാൻ കഴിയില്ല, അവരുടെ ഭർത്താവിന് സംസാരിക്കാൻ കഴിയില്ല, അവർക്കൊരു മോളുണ്ട്, ആ മോൾക്ക് സംസാരിക്കാൻ കഴിയില്ല, അവർക്കൊരു മോനുണ്ട്, ആ മോന് സംസാരിക്കാൻ കഴിയും, പക്ഷെ അവന് കൂടെ സംസാരിക്കാൻ ഒരാളില്ല. കോവിഡ് കൂടെ വന്ന സമയത്ത് ഗ്രൗണ്ടില്ല, സ്കൂളില്ല, അങ്ങാടിയില്ല, അയൽപ്പക്കില്ല, ഈ കുട്ടിക്ക് കൂടെ സംസാരിക്കാൻ ആരുമില്ല. അങ്ങനെ പതുക്കെ പതുക്കെ ഈ കുട്ടിയുടെ സംസാരം തന്നെ കുറയാൻ തുടങ്ങി. കുട്ടി ഇങ്ങനെ പതുക്കെ വിഷാദത്തിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഇവര് അവനെ സൈക്കാട്രിസ്റ്റിനൊക്കെ കാണിച്ചു. അതാരറിഞ്ഞു? ഇദ്ദേഹം അറിഞ്ഞു. ഇതറിഞ്ഞ ഉടനെ അദ്ദേഹം ആ വീട്ടിലേക്ക് ചെന്നിട്ട് പറയാ, നിങ്ങൾ എവിടെയും പോകണ്ട, നമ്മുടെ വീട്ടിലേക്ക് വരൂ, ഇനി അവിടെ നിൽക്കാം, സംസാരിക്കാൻ ഞങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് എത്ര കാലം വേണോ അവിടെ എത്രയും കാലം നിന്നോളൂ. അങ്ങനെ കോവിഡ് സമയത്ത് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നതാ. ഇപ്പോ 2 വർഷത്തോളമായി ഇവിടെ സ്കൂളിൽ ചേർത്ത്. ഈ ആളില്ലേ, എന്നോട് ഈ പറയുന്ന ആളില്ലേ, ആ ആൾ ആരാന്നറിയോ നിങ്ങള്? കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യൻ. കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യൻ. അയാളുടെ വീടില്ലേ, ഒരു കുടുംബത്തെ സ്വാഗതം ചെയ്തൊരു വീട് എന്ന് പറഞ്ഞില്ലേ, 2 ചെറിയ മുറികളുള്ള ഒരു കുഞ്ഞു വീടടാ. ഒരു രാഷ്ട്രീയ പാർട്ടി കയറ്റിക്കൊടുത്തിട്ടുള്ള ഒരു ചെറിയ പുര. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാനിതൊക്കെ ചെയ്തത് എന്തുകൊണ്ടാന്ന് അറിയുക, ഞാനിത് ആരോടും പറഞ്ഞില്ല, നിങ്ങളോട് ആദ്യമായിട്ട് പറയാ, ഞാനിത് ചെയ്തത് എന്തിനാണെന്നറിയോ? ഒറ്റ കാര്യമുള്ളൂ, ഈ കുട്ടി വലിയൊരാളാവുന്ന സമയത്ത് അവന് ഇതേപോലെ ആരോടെങ്കിലും ചെയ്തോട്ടെ. അവന് ചെറുപ്പത്തിൽ കിട്ടിയതാണല്ലോ ഇത്. ഈ ചെറുപ്പത്തിൽ കിട്ടിയ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യനോട് അവൻ ഇതേപോലെ കരുണാർദ്രമായി പെരുമാറിയാൽ എനിക്കത് മതി. എടാ, ആ മനുഷ്യനില്ലേ, അയാള് എക്സിസ്റ്റ് ചെയ്യുകയല്ല, അയാൾ മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം. അയാൾ എത്ര സമാധാനമായിട്ട് അവൻ കിടന്നുറങ്ങുന്നറിയോ? അയാൾ എത്ര സമാധാനമായിട്ട് ഉണരുന്നതെന്നറിയോ? എക്സിസ്റ്റ് ചെയ്യാൻ എല്ലാവരെ കൊണ്ടും പറ്റും. ചിലർ മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും അല്ലേ? അതാണ്, ചിലർ മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും.
നമ്മുടെ കരുണ കാത്തിരിക്കുന്ന എത്രയേറെ മനുഷ്യരുണ്ട്. ഒരു മനുഷ്യന്റെ ഉള്ളിലെങ്കിലും പെട്ടെന്ന് പെയ്തൊരു മഴയിൽ ഓടിക്കൂടിയ മനുഷ്യന്മാരെ പോലെയാണ് നമ്മുടെ ആയുസ്. മഴ തോർന്നാൽ എല്ലാവരും ഇറങ്ങിപ്പോകും. ആ ഇറങ്ങിപ്പോകുന്ന ഒരാളുടെ ഉള്ളിലെങ്കിലും, വേണ്ട എല്ലാവരും അവഗണിച്ച ഒരാളുടെ ഉള്ളിലെങ്കിലും, എല്ലാവരാലും അവഗണിക്കപ്പെട്ട ഒരാളുടെ ഉള്ളിലെങ്കിലും നമ്മളുടെ മുഖം ഉണ്ടായാൽ മതി. ദാറ്റ് ഈസ് കമ്പാഷൻ. കമ്പാഷൻ, കരുണ. വിശുദ്ധ ഖുർആനിലൊരു വാക്കുണ്ട്, ഭയങ്കര പൊയറ്റിക് ആയിട്ടുള്ളൊരു വാക്ക്. എന്താണെന്നറിയോ? നിന്റെ കരുണയുടെ ചിറക് താഴ്ത്തി കൊടുക്കുക. അച്ഛനെയും അമ്മയെയും കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറയുന്നത്. അച്ഛനും അമ്മയൊക്കെ വയസ്സായി പ്രായമായില്ലേ, നമ്മുടെ ജീവിതത്തിന്റെ ഒരുപാട് തിരക്കുകളിലായിരിക്കും. അപ്പൊ നമ്മളോട് പറയാ, നിന്റെ കരുണയുടെ ചിറക് താഴ്ത്തി കൊടുക്കണം കേട്ടോ. കരുണയുടെ ചിറക് താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ കുറെ ആലോചിച്ചിട്ട് ഇത് എന്തായിരിക്കും? ഒരു വാക്ക് പറയുമ്പോൾ അതിനൊരു മീനിങ് ഉണ്ടാവുമല്ലോ, അത് എന്തായിരിക്കും? എനിക്ക് കിട്ടിയ ഉത്തരം എന്താണെന്ന് അറിയോ? ആ ചിറകിലേക്ക് ഇവർക്ക് എത്താൻ പ്രയാസപ്പെടരുത്, നമ്മളെ കിട്ടാതിരിക്കരുത്, നമ്മൾ അവൈലബിൾ ആയിരിക്കണം. നമ്മൾ ലോകത്ത് എവിടെയാവട്ടെ, ലോകത്തിന്റെ ഏത് കോണിൽ എത്ര വലിയ ശമ്പളക്കാരായിരിക്കട്ടെ, അപ്പോഴും നമുക്ക് വേണ്ടി ഉരുകി ഒലിച്ച 2 ജീവനുണ്ട്. ഇന്ന് നമ്മളെ സ്നേഹിക്കാനും കാത്തിരിക്കാനും ഒക്കെ കുറെ ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ ഉണ്ടായത് എപ്പോഴാടാ? നമ്മൾ ആരൊക്കെ ആയതിനു ശേഷമല്ലേ? നമ്മൾ ആരുമല്ലാതിരുന്നൊരു കാലത്ത്, നമ്മൾ ഈ ലോകത്തേ ഇല്ലാതിരുന്ന കാലം മുതൽ നമ്മളെ കാത്തിരുന്ന 2 മനുഷ്യന്മാരുണ്ട്. നമ്മളില്ല. 40 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞ ആളില്ല. 1982 ഓഗസ്റ്റ് 15 മുമ്പ് ഞാനില്ല. പക്ഷെ അന്ന് എന്നെ സ്നേഹിക്കുന്ന 2 ആളുണ്ട്, അന്ന് എന്നെ കാത്തിരിക്കുന്ന 2 ആളുണ്ട്. അവർക്ക് എന്റെ കരുണയുടെ ചിറക് താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ അവർക്ക് അവൈലബിൾ ആയിരിക്കണം. ബോർഹസിനെ പോലെ പ്രണയിനിയുടെ കൂടെ വൈകുന്നേരം നടക്കാനിറങ്ങുമ്പോഴും ഓരോ ഫോൺ ബൂത്തിലും കയറിയിട്ട് അമ്മയുടെ വിശേഷം അറിയുന്ന ആ എഴുത്തുകാരനെ പോലെ. അതാ നമ്മുടെ ജീവിതമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാവട്ടെ, നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന മനുഷ്യനാവട്ടെ, കരുണ.